ഉമ്മമാര് ദുആ ഇരക്കണം. ഭാര്യ ഗർഭിണിയാകുമ്പോൾ ഭർത്താവ് ദുആ ഇരക്കണം. ഗർഭിണിയായ സഹോദരി ദുആ ഇരക്കണം. അല്ലാഹുവേ അല്ലാഹുമ്മ ർസുഖ്നി വലദൻ സാലിഹായ സന്താനത്തെ തരണേ അല്ലാഹ്. ദുആ ചെയ്യേണ്ടതാണ്. പ്രസവിച്ചിട്ട് തലപിടിച്ച് മന്ത്രിക്കുന്നതിലല്ല കാര്യം. അത് വേണ്ടെന്നല്ല, വേണ്ടെന്നർത്ഥത്തിലല്ല, മറിച്ച് അതിനു മുമ്പ് തന്നെ നമ്മുടെ ദുആ ഉണ്ടാകണം. എപ്പോഴും ഗർഭം ധരിക്കുമ്പോഴേ നമ്മൾ റെഡിയാകണം. എന്റെ കുട്ടി സാലിഹാകണമെന്നുള്ള ചിന്ത അപ്പോഴേ നമ്മുടെ മനസ്സിന്റെ അകത്തലങ്ങളിൽ ഉണ്ടാവണം. സിനിമ കാണാതെ, സീരിയൽ ദർശിക്കാതെ, ഹറാമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ ഉമ്മ കഴിഞ്ഞുകൂടണം. ഉമ്മയുടെ ജീവിതം സംശുദ്ധമായിരിക്കണം. വളരെ റാഹത്തായതിൽ 9 മാസം ഗർഭം ചുമക്കുന്ന സമയം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകണം. മക്കളെ തർബിയത്ത് ചെയ്ത് കൊണ്ടുപോകണം. കാരണം ഈ സിനിമയും ഈ സീരിയലും നിന്റെ ജീവിത ശൈലികൾ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ തന്നെ ആ കുട്ടിയെ ബാധിക്കുമെന്നാണ്. ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർമാർ പറയല്ലോ, കുടുംബ കലഹമൊന്നും ഉണ്ടാക്കരുത്, ഭർത്താവുമായി അടിയുണ്ടാക്കരുത്. അതൊക്കെ വളരെ കറക്റ്റായിട്ട് ചെയ്യും. എന്നാൽ പരിശുദ്ധമായ ദീൻ 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വസ്തുതയാണ്. നമ്മൾ ഖുർആൻ ഓതി, വിക്റുകൾ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി, നമസ്കാരങ്ങൾ ചിട്ടവെച്ചുകൊണ്ട് നിലകൊള്ളണം. കാരണം 9 മാസം 10 ദിവസം എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിപൂർണ ശുദ്ധിയുടെ കാലയളവാണ്. അശുദ്ധി അതിനിടയിലില്ല. അതുകൊണ്ട് തന്നെ പരിപൂർണമായ രീതിയിൽ ഇബാദത്ത് എടുത്തുകൊണ്ട് കഴിയാൻ പറ്റുന്ന ഒരു നല്ല ഒരു സമയമാണത്. പക്ഷെ പലരും ആ വിഷയത്തിൽ അശ്രദ്ധരാണ് എന്ന് ഞാൻ ഖേദകരമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ഉമ്മമാർ ആ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ഖുർആൻ നല്ലതുപോലെ ഓതാൻ പറ്റുന്ന സമയമാണത്. നല്ലതുപോലെ പാരായണം ചെയ്യാൻ പറ്റും. ദിക്ർ കൂടുതലായി എടുക്കാൻ പറ്റും. കൂടുതലായി സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ പറ്റും. അതൊക്കെ അശുദ്ധിയുള്ളപ്പോൾ പറ്റുമെങ്കിൽ തന്നെയും, ദിക്റും സ്വലാത്തും ഒക്കെ അശുദ്ധിയുള്ളപ്പോൾ പറ്റുമെങ്കിൽ തന്നെയും അതൊക്കെ കൂടുതൽ ശുദ്ധിയോടുകൂടി ഭാഗവാക്കാകാൻ കഴിയും. അവർക്ക് ഒരുപാട് സമയം അവർക്ക് കിട്ടും. എത്ര ഖത്മുകൾ തീർക്കാം. ഒരു മാസം ഒരു ഖത്മ് വെച്ചാണെങ്കിൽ 9 ഖത്മ് തീർക്കാം. വേണ്ട ഒരു 3 ഖത്ം, വേണ്ട ഒരു ഖത്മെങ്കിലും തീർത്തൂടെ. ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും ആ ഗർഭസ്ഥ കാലയളവിൽ ഓതി അള്ളാഹുവിന്റെ കുട്ടിയെ സാലിഹാക്കി തരണേ എന്ന് ദുആ. അതിനേക്കാൾ വലിയ ശ്രേഷ്ഠത എന്താ? ഒരു കുട്ടി സാലിഹായി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ നേട്ടാണ്. ഇന്ന് 5ഉം 10ഉം മക്കളൊക്കെ ഉള്ളവർ, 5ഉം 10ഉം മക്കളുള്ള ഉപ്പമാരി സദസ്സിലുണ്ടാവും. 4ഉം 5ഉം പ്രസവിച്ച ഉമ്മമാരി സദസ്സിലുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഒരു കുട്ടിക്ക് വേണ്ടിയെങ്കിലും നമ്മൾ ഒരു ഖത്തും, വേണ്ട ഒരു 3 കുൽഹുവല്ലാഹെങ്കിലും ഊതിയിട്ടുണ്ടോ? ഇല്ല എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ നമസ്കാരങ്ങൾ നമ്മൾ പാഴാക്കി കളഞ്ഞു. ആ സമയങ്ങളിൽ എത്രയോ നോമ്പുകൾ നമ്മൾ മോശമാക്കി കളഞ്ഞു, അല്ലേ? നമ്മൾ ശ്രദ്ധിക്കാതെ പോയി. കുട്ടിയെ ഭയന്നിട്ട് ഇസ്ലാം അനുവദിച്ചതാണ്. അത് നമ്മൾ ഖളാ വീട്ടാനോ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനോ പോലും നമ്മൾ തയ്യാറായിട്ടില്ല. ഒരുപാട് ആളുകൾ ആ വിഷയത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. സത്യത്തിൽ ഇനിയെങ്കിലും നമ്മുടെ മേലിൽ അത് ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇസ്രായേലി ജനതയിലുള്ളതാകുന്ന ഉമ്മ ദ്വാരക്കാൻ. കാരണം ആ നാട്ടിലുള്ള ഒരുപാട് ചെറുപ്പക്കാരെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. അമാലിക ഗോത്രക്കാരെ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. ധാരാളം പ്രദേശങ്ങൾ, അസ്സത്ത്, അസ്കലാൻ അടക്കമുള്ളതാകുന്ന പ്രദേശങ്ങളൊക്കെ അവരുടെ വരുതിക്കാക്കി വെച്ചിട്ടുണ്ട്. ഭർത്താക്കന്മാരെ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. ക്രൂരമായ രീതിയിൽ അമാലിക ഗോത്രക്കാര് നാട്ടിൽ മുഴുവനും സൈന്യം ഇറങ്ങിക്കൊണ്ട് വലിയ വിപത്തുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. നാട്ടിലെങ്ങും അരാജകത്വം അരങ്ങു വാഴുകയാണ്. ഈ പാവപ്പെട്ട ഉമ്മയുടെ ദുആ, അല്ലാഹുമ്മ ർസുഖ്നി വലദൻ സാലിഹ, ഒരു സാലിഹായ സന്താനത്തെ തരണേ എന്നാണ് ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്. നമ്മൾ പഠിക്കണം. ഇന്ന് വരെ കേൾക്കാത്ത കാതുകൾ ഉണ്ടെങ്കിൽ ഈ രാവിലെ ഒരു പരിശുദ്ധമായ ഖുർആനിലെ ചരിത്രം പഠിച്ചിട്ട് പോകില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്. അവസാന ഉമ്മയുടെ പ്രാർത്ഥന അല്ലാഹു കേട്ടു. ഉമ്മ ഒരു കുട്ടിക്ക് ജന്മം നൽകി. ഉമ്മ കുട്ടിക്ക് പേര് വെച്ചു ശംബീൽ. ശംബീൽ എന്ന് പറഞ്ഞാൽ ഇബ്രാനി ഭാഷയിൽ ഇസ്മായിൽ എന്നാണ്. ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം സമി അല്ലാഹു ഖൗലി, അല്ലാഹു എന്റെ വാക്കിനെ കേട്ടു എന്നാണ് അർത്ഥം. എനിക്കൊരു കുട്ടിയെ തരണമെന്ന് ദുആയിരുന്നു, അല്ലാഹു എന്റെ വാക്ക് ഇത് കേട്ടു എന്നാണ് അർത്ഥം. ശംബീൽ എന്ന കുട്ടിക്ക് പേര് വെച്ചു. ആ കുട്ടിയെ നമ്മളൊക്കെ ചെയ്യാറുള്ളത് പോലെ നല്ലൊരു മതപഠനശാലയിൽ കൊണ്ടുപോയി വിട്ടു, ഓതാൻ കൊണ്ടുപോയി. നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. ഈ നാട്ടിൽ ഓതാൻ വിട്ട വാപ്പമാരെത്രവരുണ്ടെന്ന് കൈയുറത്തിട്ടോ നോക്കട്ടെ. ചെയ്യാറുണ്ടല്ലോ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. മക്കളെയൊക്കെ അല്ലാഹു സാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ കൊണ്ടുപോയി ഓതാൻ വിട്ടു. മകൻ അവിടെ തികഞ്ഞ ഒരു ആലിമായി മാറി, നല്ലൊരു പണ്ഡിതനായി മാറി. ഗുരുവര്യരുടെ അടുക്കൽ അങ്ങനെ രാത്രിയിൽ വിശ്രമിക്കുന്ന സമയത്ത് ഒരശരീരി കേൾക്കുക. ഇവിടെ ശ്രദ്ധിക്കണം, ഈ ചരിത്രം വളരെയേറെ ചരിത്രം വളരെ പശ്ചാത്തലങ്ങളുള്ളതാണ്.
ഒരശരീര മുഴങ്ങാണ്, ആരാണെന്നറിയില്ല, ഏത് ഭാഗത്താന്ന് മനസ്സിലായില്ല. കുട്ടി എഴുന്നേറ്റു. ഉസ്താദ് മാത്രമേ ഉള്ളൂ. ഉസ്താദിന്റെ അടുക്കൽ ചെന്ന് ഉസ്താദിനെ വിളിച്ചുണർത്തി ചോദിച്ചു, അല്ലയോ ഗുരുവര്യർ, എന്നെ വിളിച്ചിരുന്നോ? ഉസ്താദ് പറഞ്ഞു, ഇല്ല. തിരിച്ചു പോയി കടന്നു. പിറ്റേ ദിവസവും അതേപോലെ അശരീര മുഴങ്ങാൻ, യാ ശംവീൽ എന്ന് വിളിക്കാൻ. ആരാണ് വിളിക്കുന്നറിയില്ല. ഉസ്താദിന്റെ സ്വരം പോലെ തോന്നി. ചെന്നുകൊണ്ട് അന്നും ചോദിച്ചു ഉസ്താദിനോട്, ഉസ്താദ് എന്നെ വിളിച്ചിരുന്നോ? ഇല്ല, വിളിച്ചിട്ടില്ല. തന്റെ ഗുരുവര്യരുടെ പൂമുഖത്ത് നിന്ന് എല്ലാ ദിവസവും വിജ്ഞാനങ്ങൾ നുകർന്ന് അറിവിന്റെ നിർഗുണമായി എത്തിയിരുന്ന ശംവീൽ എന്ന് പറയുന്ന ആ യുവ ചെറുപ്പക്കാരനാകുന്ന വ്യക്തി മൂന്നാമത്തെ ദിവസം ഉറക്കത്തിൽ നിന്ന് വീണ്ടും ആ ശരീരം കേട്ടുകൊണ്ട് എഴുന്നേറ്റ് നോക്കുമ്പോ മുന്നിൽ നിൽക്കുന്നത് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വരിക. ബഹുമാനപ്പെട്ടവർ വന്നിട്ട് പറഞ്ഞു, ഇന്നു മുതൽ നീ നബിയാണ്, അന്ത ശംവീൽ അലൈഹിസ്സലാം. നിന്റെ പേര് കേട്ടാൽ ഇനി അങ്ങോട്ട് ഖിയാമത്ത് നാൾ വരെ ജനങ്ങൾ എന്ത് പറയണം? അലൈഹിസ്സലാം എന്ന് പറയണം. പ്രവാചകനായി അള്ളാഹു തിരഞ്ഞെടുത്തു. ഒരു ഉമ്മ ദുആയിരുന്നപ്പോ ആ ഉമ്മയുടെ ദുആ ഇവിടം വരെ കേട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ട വ്യക്തികൾ 1,24,000 അംബിയ മുർസലീങ്ങളാണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അവരിൽ ഒരാളായി ആ ഉമ്മയുടെ മകനെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അള്ളാഹു തെരഞ്ഞെടുത്തു. ഒരു ഉമ്മ ദുആയിരുന്നാൽ അത്രത്തോളം എത്താം എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലാക്കണം. ഈ ശംവീൽ അലൈഹിസ്സലാം അദ്ദേഹം പ്രവാചകനായി നിലകൊണ്ടു. അദ്ദേഹം പിറ്റേ ദിവസം മുതൽ ദഅവത്തായി പ്രബോധകനായി രംഗത്തേക്ക് ഇറങ്ങുകയാണ്. തൗഹീദിന്റെ വെളിച്ചം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇസ്രായേലി ജനതയിലേക്ക് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന് ശേഷം അള്ളാഹു ആ ജനതയിലേക്ക് അയച്ച പ്രവാചകനാണ്. മൂസാ നബി അയച്ചതും ഇസ്രായേലി ജനതയിലേക്കാണ്. ഖുർആൻ ആ സംഭവമൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു അയച്ചതാകുന്ന സമൂഹമാണ് ബനു ഇസ്രായേലി സമൂഹം എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ശംവീൽ അലൈഹിസ്സലാം അവരിലേക്ക് ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു ചെന്നപ്പോ ഇസ്രായേലി ജനതയ്ക്ക് ഒരൊറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കൊരു രാജാവിനെ ഞങ്ങൾക്ക് വേണം. നിങ്ങൾ നബിയാണ്, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. എന്തിനാ രാജാവ്? മറ്റൊന്നുമല്ല, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളുടെ, ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പല ആളുകളെയും മാതാപിതാക്കളെയും അടക്കം കൊന്നുകളയും ക്രൂരമായി പിടിച്ചുകൊണ്ട് തടവിലാക്കി വെക്കുകയും ചെയ്തിട്ടുള്ളതാകുന്ന അസ്സത്ത് അസ്കലാൻ അടക്കമുള്ള പ്രവിശ്യകൾ പിടിച്ചെടുത്തതായ അമാലിക ഗോത്രക്കാരുമായിട്ട് യുദ്ധം ചെയ്യാൻ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പലരെയും ഒന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി, ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങളുടെ പൗരത്വം ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ആട്ടി പുറത്താക്കുന്നതായ ഈ സമൂഹത്തോടൊന്ന് യുദ്ധം ചെയ്യാൻ, ഞങ്ങൾക്കൊരു നിലനിൽപ്പിന് വേണ്ടി ഒരു രാജാവിനെ, ഒരു നേതൃത്വത്തെ ഞങ്ങൾക്ക് വേണം എന്ന് അവരാവശ്യപ്പെടുക. ഖുർആൻ പറയാണ് ഈ സംഭവം. ചരിത്രമൊക്കെ നമ്മൾ പഠിക്കണ്ടേ? നമ്മൾ ഇത്രയും വർഷം ജീവിച്ചിരുന്ന ഈ സദസ്സിൽ 30, 40, 50 വർഷമൊക്കെ ജീവിച്ച ആളുകളുണ്ടാവും. ഈ ചരിത്രം പറയുന്ന ചരിത്രം ഇന്ന് വരെ കാതിൽ കേട്ടിട്ടില്ല. ഈ സദസ്സിൽ വന്നില്ലെങ്കിൽ മരിക്കുന്നവരെ കേൾക്കത്തുമില്ല. അങ്ങനെയാണ്. അള്ളാഹു നമ്മളെ സാലിഹികളെ ചേർക്കുമാറാവട്ടെ. പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷെ ഈ സദസ്സിൽ വന്നതിലൂടെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം ഖുർആൻ പറഞ്ഞ ഈ ചരിത്രം. ഖുർആനിൽ 100% ഒരുപാട് ചരിത്രങ്ങളാണ്, ധാരാളം ചരിത്രങ്ങളാണ്. 100ൽ 90% ഒരുപാട് ചരിത്രങ്ങളുണ്ട്, അഖ്ബാറുകളുണ്ട്. നമ്മളത് പഠിക്കണം. ഖുർആനിലെ ചരിത്രങ്ങൾ, അതിലേക്ക് ഇറങ്ങിച്ചെന്ന മനോഹരമായ നല്ല ചരിത്രങ്ങളുണ്ട്. 10% മാത്രമേ ധാരാളം അഹ്കാമുകളുള്ളൂ. നിസ്കരിക്കും, നോമ്പ് പിടിക്കും, സക്കാത്ത് കൊടുക്കുക, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്, പലിശയുമായി ബന്ധപ്പെടരുത് തുടങ്ങിയതാകുന്ന കൽപ്പന നിരോധന ക്രിയകൾ 10%. ബാക്കിയുള്ളത് മുഴുവനും 90% ഒരുപാട് നല്ല നല്ല ചരിത്രങ്ങളാണ്, അഖ്ബാറുകളാണ്. അള്ളാഹു അത് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. നല്ലതുപോലെ ശ്രദ്ധിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല ചരിത്രമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم تر إلى الملأ من بني إسرائيل من بعد موسى إذ قالوا لنبي لهم ابعث لنا ملكا نقاتل في سبيل الله قال هل عسيتم إن كتب عليكم القتال ألا تقاتلوا قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وأبنائنا فلما كتب عليهم القتال تولوا إلا قليلا منهم والله عليم بالظالمين.
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ് അലം തറ ഇലൽ മലഇ മിൻ ബനി ഇസ്രായീല മിൻ ബഅദി മൂസാ إذ قالوا لنبي لهم ابعث لنا ملكا ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന് ശേഷം ഇസ്രായേൽ ജനതയിലേക്ക് നാം ഒരു പ്രവാചകനെ അയച്ചതിനെ കുറിച്ച് നബിയെ തങ്ങൾക്കറിയണോ? തങ്ങൾക്കറിയില്ലേ? അറിയില്ലേ? ആരാണ് പ്രവാചകൻ? ബഹുമാനപ്പെട്ട ശമൂവേൽ അലൈഹിസ്സലാമാണ്. അദ്ദേഹം അവരിലേക്ക് പ്രബോധനവുമായി കടന്നു ചെന്നപ്പോ ആ സമൂഹം അവരോട് ആവശ്യപ്പെടുകയാണ്, ഇബ്അസ് ലനാ മലിക്കാ നുഖാതിൽ ഫീ സബീലില്ലാഹ്. നിങ്ങൾ പ്രവാചകനാണ്, ഞങ്ങൾക്കൊരു രാജാവിനെ നിങ്ങൾ അയക്കണേ. അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ഞങ്ങൾക്കൊരു നേതൃത്വത്തിന് ഒരാള് നൽകണേ. അദ്ദേഹത്തിന് പിന്നിൽ അണിനിരന്നുകൊണ്ട് ശത്രുക്കളിലേക്ക് കടന്നു ചെല്ലാനാണ്, അമാലിക ഗോത്രക്കാരയിലേക്ക് ചെല്ലാനാണ്. ഞങ്ങളുടെ കുടുംബക്കാരെ അവർ ദ്രോഹിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നവരാണവർ. അവരെ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണം, അവരെ ഞങ്ങൾക്ക് ജയിച്ചടക്കണം. അതിനുവേണ്ടി ഒരു നേതൃത്വത്തെ നൽകണേ എന്ന് അവർ ചോദിച്ചതായി പരിശുദ്ധമായ ഖുർആൻ. قال هل عسيتم إن كتب عليكم القتال ألا تقاتلوا. ബഹുമാനപ്പെട്ട ശമൂവേൽ അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് ചോദിക്കുകയാണ്, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്ത് ഒരു രാജാവിനെ നേതൃത്വത്തെ നിങ്ങൾക്ക് നൽകിയാൽ അദ്ദേഹത്തിന്റെ പിന്നിൽ നിങ്ങൾ അണിനിരക്കാതിരിക്കുമോ? ഒരു രാജാവിനെ തരാം, പക്ഷെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് രാജാവിനെ നൽകിയതിന് ശേഷം അൽ അസൈത്തും, നിങ്ങൾ അങ്ങാണം പിന്തിരിഞ്ഞ് മാറി നിൽക്കുമോ? അതെനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ അദ്ദേഹത്തെ നൽകിയിട്ട് നേതൃത്വത്തെ നൽകി, ഈ നേതൃത്വം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കുമോ? അപ്പൊ അവർ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وأبنائنا. ആ നാട്ടുകാരുടനെ എല്ലാവരും പറയുകയാണ്, ഞങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്യാതിരിക്കുന്നത്? വഖദ് ഉഖ്രിജ്നാ മിൻ ദിയാരിനാ വഅബ്നാഇനാ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കിയതവരാ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കിയ സമൂഹമാണ്. ഞങ്ങളുടെ പൗരത്വം ചോദിച്ചുകൊണ്ട് പുറത്താക്കിയതാകുന്ന ജനങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ആ സമൂഹം ചോദിച്ചതായി വിശുദ്ധമായ ഖുർആൻ. ശമൂവേൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, രാജാവിനെ നൽകിയ ഞങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യാതിരിക്കുക? കാരണം ഞങ്ങൾക്ക് യുദ്ധം അനിവാര്യമാണ്. വമാലന അല്ലാ നുഖാതില ഫീ സബീലില്ലാ, ഞങ്ങൾ അങ്ങനെ യുദ്ധം ചെയ്യാതിരിക്കും, നിർബന്ധമായി യുദ്ധം ചെയ്യും. എന്തുകൊണ്ട്? വഖദ് ഉഖ്രിജ്നാ മിൻ ദിയാരിനാ വഅബ്നാഇനാ. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയൊക്കെ ഞങ്ങൾ അവിടുന്ന് പുറത്താക്കിയിരിക്കുക, ഈ നാട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കാൻ, നാടൊക്കെ അവർ പിടിച്ചെടുത്തിരിക്കാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ രാജ്യം തിരിച്ചു വേണം, ആ സ്ഥലം തിരിച്ചു വേണം. അസ്സത്ത് അസ്കലാനൊക്കെ അടക്കമുള്ള ഞങ്ങളുടെ നാട് ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ യുദ്ധം ചെയ്യാൻ റെഡിയാണ്. അതുകൊണ്ട് രാജാവിനെ കിട്ടിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല രാജാവിനെ കൊടുത്തു. വിശുദ്ധമായ ഖുർആൻ പറയാണ് ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ കൊടുത്തത് ആർക്കാ? ഈമാൻ നിറവടിയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. നല്ലതുപോലെ പഠിച്ചു വെച്ചോ, നല്ലതുപോലെ ഈമാൻ ഉൾക്കൊണ്ടോ. بسم الله الرحمن الرحيم. وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا قالوا أنى يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم والله يؤتي ملكه من يشاء
വല്ലാഹു വാസിഉൻ അലീം. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്. ആ കാലഘട്ടത്തിൽ നടന്നതായ ചരിത്രം അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാ. ഇസ്രായേലി ജനതയിൽ നടന്ന സംഭവമാണ് നബിയേ. ശമ്മീൽ അലൈഹിസ്സലാമിന്റെ സമൂഹമാണ്. ബഹുമാനപ്പെട്ട ശമ്മീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും ത്വാലൂത മലികാ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കിടയിൽ നിന്നുള്ളതായ ത്വാലൂത്ത് എന്നതായ മനുഷ്യനെ അല്ലാഹു രാജാവായി നിയോഗിക്കുകയാണ്. ത്വാലൂത്ത് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. താലൂത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്കിതാ രാജാവായി നാം നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രാജാവായി നേതൃത്വമായ ഒരു വ്യക്തി അല്ലാഹു കൊടുത്തു. قالوا أنى يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال. ബഹുമാനപ്പെട്ട താലൂത്ത് എന്ന മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലി ജനതയിലേക്ക് രാജാവായി നിയോഗിച്ചപ്പോ ആ സമൂഹം ഒന്നടങ്കം തിരിയുകയാണ്. അവർ ശമ്മീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞുവത്രേ, ഈ മനുഷ്യനെ എങ്ങനെയാണ് രാജാവാക്കുക? ഇദ്ദേഹത്തിന് സമ്പത്തില്ലല്ലോ. വലം യുഅത സഅതൻ മിനൽ മാൽ. സമ്പത്ത് അവർ അടിയാധാരമായി കാണുകയാ. സമ്പത്തിനെ ഏറ്റവും വലുതായി അവർ ദർശിക്കുകയാണ്. ആ സമൂഹവും ദുന്യാവിനെ വലുതായി കണ്ടു. അവർ പറഞ്ഞു, വലം യുഅത സഅതൻ മിനൽ മാൽ. ഇദ്ദേഹത്തിന് പൈസ ഒന്നും കൂടുതലായിട്ട് കൊടുത്തിട്ടില്ലല്ലോ, ഇതൊരു സാധാ സീതാ മനുഷ്യനാണല്ലോ, ഞങ്ങൾക്കിടയിലൂടെ ഒരു പാവപ്പെട്ട മനുഷ്യനാണല്ലോ, അതുകൊണ്ട് ഇദ്ദേഹത്തെ രാജാവായി അംഗീകരിക്കാൻ ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞു. ആദ്യമേ ബഹുമാനപ്പെട്ട ശമ്മീൽ അലൈഹിസ്സലാം ചോദിച്ചതാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു പ്രവാചകനെ നിശ്ചയിച്ചു തന്നാൽ, നിങ്ങൾക്കൊരു രാജാവിനെ നിശ്ചയിച്ചു തന്നാൽ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുമോ എന്ന് ബഹുമാനപ്പെട്ട പ്രവാചകനായ ശമ്മീൽ അലൈഹിസ്സലാം ചോദിക്കുകയും, ഞങ്ങൾ ഉറപ്പായിട്ടും അത് ചെയ്യും, ഞങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കിയതാണെന്നൊക്കെ പറഞ്ഞ ടീമാണ്. പക്ഷെ അവർക്കൊരു രാജാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തപ്പോ അവരുടെ തനി സ്വരൂപം പുറത്തു വന്നു. അവർ പറഞ്ഞു, ഒരിക്കലുമില്ല, ഇദ്ദേഹത്തിന്റെ പിന്നിൽ ഞങ്ങൾ അണിനിരക്കൂല എന്ന് പറയാം. قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم والله يؤتي ملكه من يشاء والله واسع عليم. ബഹുമാനപ്പെട്ട താലൂത്തിനെ കുറിച്ച് ശമ്മീൽ അലൈഹിസ്സലാം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കിതാ പ്രവാചകനായി നൽകിയിരിക്കുകയാണ്. ഇന്നല്ലാഹ ഇസ്തഫാഹു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ താലൂത്തിനെയാണ് രാജാവായി നിശ്ചയിച്ചിരിക്കുന്നത്. വസാദഹു ബസ്തൻ ഫിൽ ഇൽമി വൽ ജിസ്ം. ഇദ്ദേഹം രാജാവായി വെറുതെ കടന്നു വന്ന വ്യക്തിയല്ല, ഇദ്ദേഹം നല്ല അറിവുള്ള വ്യക്തിയാണ്, ആകാരമുള്ള വ്യക്തിയാണ്, അജാനബാഹുവാണ്, ആരോഗ്യമുള്ള വ്യക്തിയാണ്. വസാദഹു ബസ്തൻ ഫിൽ ഇൽമി വൽ ജിസ്ം. നല്ല ആരോഗ്യവും നല്ല ഒത്ത പൊക്കവും വണ്ണവും നല്ല അറിവുമുള്ള മനുഷ്യനാ താലൂത്ത് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പിന്നിൽ നിങ്ങൾ അണിനിരന്നു അല്ലാഹു പറയാം. അദ്ദേഹത്തിന്റെ ആകുന്ന അടയാളം ഖുർആൻ പറയാൻ, അദ്ദേഹത്തിന്റെ രാജാവാണെന്നുള്ളതിന് അടയാളം ഖുർആനാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 1400 വർഷം മുമ്പ് വിശുദ്ധമായ ഖുർആനിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ടതായ ഖുർആനിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇസ്രായേലി ജനതയിൽ നടന്നതാകുന്ന ഇത്തരത്തിലുള്ള ഒരു ചരിത്രം എന്തിനാ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്? താലൂത്തിന്റെ ചരിത്രം എന്തിനാ അല്ലാഹു പറയുന്നത്? ഈ സമൂഹം ഇതിലൂടെ ആത്മീയത വളർച്ച ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ ആരും ഭയക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. ഈമാൻ ഉറച്ച നിലകൊണ്ടോ, ഈമാൻ ഉറച്ചുകൊണ്ടോ എത്ര ചെറിയ ടീമാണെങ്കിലും വലിയ ടീമുകളോട് ജയിച്ചടക്കിയ ചരിത്രമേ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. വലിയ ശത്രുവ്യൂഹത്തോട് ചെറിയ ടീം ഏറ്റുമുട്ടുന്ന ചരിത്രമാണിത്. താലൂത്തിന്റെ സൈന്യം ഇറങ്ങുന്ന ചരിത്രമാണ്. വലിയതാകുന്ന ജാലൂത്തിന്റെ സൈന്യത്തോട് ഏറ്റുമുട്ടി ജയം വരിച്ചത് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ ഓർമ്മപ്പെടുത്തുക, നിങ്ങൾ ഭയക്കേണ്ടതില്ല,
പക്ഷെ ഒരൊറ്റ കാര്യം അവനിലുണ്ടായിരുന്നു. ആ ജയിച്ചടക്കാൻ നിലകൊണ്ടതായ മുസ്ലിം സഹോദരങ്ങൾ മുഴുവനും ഈമാനിൽ അടിയുറച്ചവരായിരുന്നു. ഈമാൻ നല്ലതുപോലെ ഉറച്ചവരാണ്. നമ്മളത് നേടിയെടുക്കണം. അതിനാണ് ഖുർആൻ ഈ ചരിത്രം നമുക്ക് പറയുന്നത്. وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون تحمله الملائكة إن في ذلك لآية لكم إن كنتم مؤمنين. അല്ലാഹു സുബ്ഹാനഹു വ തആല താലൂത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അല്ലാഹു ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നായത മുൽക്കിഹി, അദ്ദേഹമാണ് രാജാവെന്നുള്ളതിന് അല്ലാഹു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ദൃഷ്ടാന്തം അയ്യതിയകുമുത് താബൂത്ത്. ബഹുമാനപ്പെട്ട താലൂത്ത് നടക്കുന്നതായ വഴിയുടെ മുകളിലൂടെ ആകാശത്തിലൂടെ മലക്കുകൾ ഒരു പെട്ടി പിടിച്ചുകൊണ്ട് നടക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. മലക്കുകൾ ഒരു പെട്ടി ഇങ്ങനെ ആകാശത്തിലൂടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കും. ആ പെട്ടിക്ക് നേരെ അടിയിലായിരിക്കും താലൂത്ത് റളിയല്ലാഹു അൻഹു ഉണ്ടാവും ഭൂമിയിൽ. അദ്ദേഹം വലത്തോട്ട് കിടക്കുമ്പോൾ പെട്ടി അങ്ങോട്ട് പോകും, ഇടത്തോട്ട് പോകുമ്പോൾ പെട്ടി ഇങ്ങോട്ട് പോകും. അതാണ് അദ്ദേഹമാണ് നിങ്ങളുടെ രാജാവെന്നുള്ളതിന് തെളിവ്, വേറെ ആരുമല്ല എന്നുള്ളതൊരു തെളിവാണ്. അദ്ദേഹത്തിന്റെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഒരു പെട്ടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നിലൂടെ മുകളിലൂടെ ഇങ്ങനെ നടത്തുകയാണെന്ന് ഖുർആൻ പറയാം. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് അറിയിക്കാൻ. എന്തിനാ ഈ പെട്ടിക്കകത്തുള്ളത് അതും ഖുർആൻ പറയാം. ഫീഹി സകീനത്തും മിർ റബ്ബികും വബഖിയത്തും മിമ്മാ തറക ആലു മൂസാ വആലു ഹാറൂൻ. ബഹുമാനപ്പെട്ട ശമൂവേൽ അലൈഹിസ്സലാമിന് മുമ്പ് ഇസ്രായേൽ ജനതയിലേക്ക് പ്രബോധനമായി കടന്നു വന്നതായ മൂസാ നബി അലൈഹിസ്സലാമില്ലയോ, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായ ഹാറൂൻ അലൈഹിസ്സലാമില്ലയോ, രണ്ടുപേരും ഉപേക്ഷിച്ചതാകുന്ന വസ്ത്രങ്ങളാണ് അവരുടെ ചെരുപ്പാൻ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചെരുപ്പ്, ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ ചെരുപ്പ്, അവരുടെ രണ്ടുപേരുടെയും വസ്ത്രം, രണ്ടുപേരുടെയും വടി, ഇതൊക്കെ വഹിച്ചുകൊണ്ട് മലക്കുകൾ ഇങ്ങനെ മുന്നിലൂടെ പോവാണ്. അദ്ദേഹത്തിന്റെ തൊട്ടു മുകളിലൂടെ പോകും. ഇതാണ് അദ്ദേഹമാണ് രാജാവെന്നുള്ളതിന് നിങ്ങൾക്ക് തെളിവെന്ന് വിശുദ്ധമായ ഖുർആൻ. സുബ്ഹാനല്ലാഹ്, യുദ്ധം തുടങ്ങാൻ പോവാണ്. ബഹുമാനപ്പെട്ട താലൂത്ത് നബി അലൈഹിസ്സലാം സൈന്യത്തെ മുഴുവനും ഒരുമിച്ച് കൂട്ടി. 33,313 പേരായിരുന്നു അവരെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. 33,313 പേരുണ്ട്. അവരെല്ലാം കൂട്ടിയിട്ട് ഏദൻ എന്ന് പറയുന്നതായ ഫലസ്തീനിലെ നദി കടക്കണം, അപ്പുറത്തെത്തണം, നദിക്കര അപ്പുറത്തെത്തണം. ആ നദിയുടെ തീരത്തെത്തി എല്ലാവരും ഉണ്ട്. എല്ലാവരോടും പറഞ്ഞതാ ഈ നദി നീന്തി അപ്പുറത്ത് കടക്കണം. അതുകൊണ്ട് തന്നെ ഒരാളും ഈ നദി നീന്തി കിടക്കുന്ന സമയത്ത് വെള്ളം കുടിക്കരുത്. അത് നിർബന്ധമായ കേസ്. ഒരു പരീക്ഷണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാൻ. താലൂത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളിൽ ഒരാളും ഇതിൽ നിന്ന് വെള്ളം കുടിക്കരുത്. ഖുർആൻ ആ സംഭവമൊക്കെ വിശദീകരിച്ച് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഓതി പറയേണ്ടതാണ്. എത്രയോ സംഭവങ്ങളാണ്. فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر. ബഹുമാനപ്പെട്ട താലൂത്ത് നബി അലൈഹിസ്സലാം തന്റെ സമൂഹവുമായി തന്റെ ജനതയുമായി 33,313 സൈന്യവുമായി നദിക്കരയിലേക്ക് എത്തിയപ്പോ, ഫലസ്തീനിലുള്ള ഏദൻ എന്ന് പറയുന്ന നദിക്കരയിലേക്ക് എത്തിയപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞുവത്രേ, ഇന്നല്ലാഹ മുബത്തലീകും ബിനഹർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നദി നിങ്ങൾക്കൊരു പരീക്ഷണമായി നൽകുകയാണ്. ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നീ വമൻ ലം യതഅമുഹു ഫഇന്നഹു മിന്നീ. ആരെങ്കിലും ഇതിൽ നിന്ന് വയറ് നിറച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവരെന്റെ കൂടെ യുദ്ധത്തിന് വരാൻ പറ്റൂല. ആരെങ്കിലും വെള്ളം കുടിക്കാതെ വന്നുവോ അവർക്ക് തീർച്ചയായും എന്റെ കൂടെ യുദ്ധം ചെയ്യാം. إلا من اغترف غرفة بيده فشربوا منه إلا قليلا منهم. നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് കുറുകെ കടക്കുമ്പോ ഒരു കവിൾത്തടം വെള്ളം കുടിച്ചാൽ വലിയ കുഴപ്പമില്ല. ഒരല്പം വെള്ളം കുടിക്കുക.
വയറ് നിറച്ച് വെള്ളം കുടിച്ചിട്ട് വയറ് ചാടിച്ച് വന്നിരിക്കുകയാണെങ്കിൽ പിന്നെ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹത്ത് യുദ്ധം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. എന്റെ കൂടെ വരാൻ പറ്റൂല, അത് ഞാൻ തീർത്ത് പറയാം. ഒരു കവിളിത്തറ ചെറിയ നിരക്ക് കുടിക്കുക, എന്തായാലും നദിയിൽ ഇറങ്ങിയല്ലേ എന്ന് കരുതിയിട്ട് മുങ്ങാങ്കുഴി ഇട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് കുടിച്ചു, കുഴപ്പമില്ല. വയറ് നിറച്ച് ഫുള്ള് വെള്ളം കുടിച്ചിട്ട് അപ്പുറത്തോട്ട് എത്തിയെങ്കിൽ വല്ലാഹി എന്റെ കൂടെ വരാൻ നിങ്ങൾക്ക് പറ്റൂല, അത് ഞാൻ ഇപ്പോഴേ പറയാം. എല്ലാവരും വെള്ളത്തിലിറങ്ങി. 33,313 പേരോടൊപ്പം താലൂത്ത് റളിയല്ലാഹു അൻഹു ഇറങ്ങി നദി നീന്തി കിടന്ന് അക്കരയിലെത്തി. ഖുർആൻ പറയാൻ ഫശരിബൂ മിൻഹു ഇല്ലാ ഖലീലൻ മിൻഹും 33,000 ആളുകൾ മുഴുവൻ ആളുകളും വെള്ളം കുടിച്ചു, 313 പേർ മാത്രം ബാക്കിയായി. ബാക്കിയുള്ളവരൊക്കെ വെള്ളം കുടിച്ചു. അങ്ങനെ പറഞ്ഞ് ഈമാന്റെ വിഷയത്തിൽ ഇങ്ങനെ കടന്നെടുക്കുമ്പോൾ 30 കോടി ജനങ്ങളിൽ നിന്ന് ആകെ കിട്ടുന്നത് ചിലപ്പോ 10,000 ദീപിനായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. 30 കോടിയുണ്ട് ജനങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഈമാൻ വേണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വിഷയം വരുമ്പോഴത്തേക്കും പുറകോട്ട് പോടരുത്. മക്കളെ റാലിക്കിറക്കണ്ടേ, നമ്മുടെ മോനൊന്നും പോകല്ലേ, ഭർത്താവ് വരുന്നില്ലേ, ഇല്ല നമ്മളില്ല, അങ്ങനെ പേടിക്കണ്ട. വീടിനകത്തിരുന്നിട്ട് ടി വി ന്യൂസ് ഇങ്ങനെ കാണുക, അവിടെ 10 പേര് പങ്കെടുത്തു, ഇവിടെ 20 പേര് പങ്കെടുത്തു, ഒറ്റ റാലിയിൽ നമ്മുടെ മക്കൾ പോകുന്നില്ല. ഇതിനെ പേടിക്കുന്നത് അതാ പറഞ്ഞ ന്യൂനപക്ഷങ്ങൾ ഈമാൻ വേണം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തട്ടെ. 313 ആളുകൾ മാത്രം, അതാ ഖുർആൻ പറയുന്നത് ഫശരിബൂ മിൻഹു ഇല്ലാ ഖലീലൻ മിൻഹും. ഈ 313 പേരെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എവിടുന്ന്? ബദരീങ്ങളുടെ ചരിത്രത്തിൽ നിന്ന്. അവർ 313 പേരാണ്. 33,000 ആളുകൾ മുഴുവൻ ആളുകളും 33,000-ഓളം വരുന്ന മുഴുവൻ കൗമും വെള്ളം കുടിച്ചു. അപ്പുറത്തെത്തിയപ്പോൾ അവർ പറയുവാൻ, അവർ പറഞ്ഞ വാക്ക് ഖുർആൻ അതേപോലെ പറയാൻ എത്ര രസകരമാണ്. ഖുർആൻ നല്ലതുപോലെ ഓതണ്ടേ, നമ്മൾ പഠിക്കണ്ടേ ഖുർആൻ. ഇതിനൊക്കെ ഓരോന്നിനും സൊല്യൂഷൻ വരെ പറയാൻ. അപ്പുറത്തേക്ക് എത്തിയപ്പോൾ അവർ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾക്ക് കഴിയൂല. ലിജുനൂദിഹിം, അവരെ സമൂഹത്തോട് വിളിച്ചു പറയുകയാണ്, അവരതാ സൈന്യത്തോട് വിളിച്ചു പറയുകയാണ്, മാലാ താഖത ലനൽ യൗമ ബിജാലൂത വജുനൂദിഹി, ലാ താഖത ലനൽ യൗമ ബിജാലൂത വജുനൂദിഹി. ഞങ്ങൾക്ക് ജാലൂത്ത് എന്ന് പറയുന്ന അമാലിക ഗോത്രത്തിന്റെ തലവനില്ലയോ, അദ്ദേഹത്തോട് ഏറ്റുമുട്ടാൻ ഞങ്ങൾക്ക് കഴിയില്ല. വയറ് നിറച്ച് വെള്ളം കുടിച്ചു പോയി ഞങ്ങൾ ക്ഷീണിതരാണ്, തളർന്നു പോകുകയാണ്. അവർ പിറകോട്ട് മാറി നിന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ പറയാൻ. قال الذين يظنون أنهم ملاقو الله 313 ആളുകൾ ബദരീങ്ങളുടെ എണ്ണമുള്ളതാകുന്ന സഹാബത്ത് അവരെ വിളിച്ചു പറയുകയാ, താലൂത്തെ പേടിക്കേണ്ടതില്ല, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. എത്രയെത്ര ചെറിയ സൈന്യങ്ങളാണ് വലിയതാകുന്ന സൈന്യങ്ങളെ ജയിച്ചടക്കിയതായ ചരിത്രമില്ലയോ. അതുകൊണ്ട് ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ് താലൂത്ത് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം കട്ടയ്ക്ക് നിന്നുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങുകയാണ്. താലൂത്ത് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം യുദ്ധം ചെയ്യാൻ റെഡിയായിക്കൊണ്ട് 313 ആളുകൾ രംഗത്തിറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, ചരിത്രം രേഖപ്പെടുത്തുകയാ, 4000-ഓളം വരുന്ന ശത്രുക്കളുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടുവത്രേ. 313-ഓളം വരുന്നതായ ജനങ്ങൾ ജയിക്കുകയാണ്. വഖതല ദാവൂദ് ജാലൂത വആതാഹു അല്ലാഹുൽ മുൽക്ക് വലമ്മാ ബറസൂ ലിജാലൂത വജുനൂദി ഖാലൂ റബ്ബനാ അഫ്രിഗ് അലൈനാ സബറാ. യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഒരുപാട് യുദ്ധ സാധന സാമഗ്രികൾ അവരുടെ കൈകളില്ല. 313 ആളുകളുടേതാകുന്ന ആയുധം ഒരൊറ്റ ദുആണ്. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹ് അഫ്രിഗ് അലൈനാ സബറാ.
4000-ഓളം വരുന്ന ശത്രുക്കളോട് ഞങ്ങളിതാ പോരിനിറങ്ങുകയാണ് അല്ലാ. ഞങ്ങൾക്ക് നീ ക്ഷമ നൽകണേ അല്ലാ. വസബ്ബിത ഖദാമനാ, രണഭൂമിയിൽ ശത്രുക്കളുമായി യുദ്ധം ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടേതാകുന്ന കാലുകളെ നീ ഉറപ്പിച്ചു നൽകണേ അല്ലാ. കാലിടറാതെ പിടിച്ചു നിർത്തണേ അല്ലാ. ശത്രുക്കളുടെയിലേക്ക് ഞങ്ങളെ നീ പോകരുത് റബ്ബേ. ശത്രുക്കളെ ഭയപ്പെട്ടുകൊണ്ട് തിരിഞ്ഞോടുന്നതിനെ തൊട്ട് പിന്തിരിഞ്ഞോടുന്നതിനെ തൊട്ട് നീ കാക്കണേ അല്ലാ. അഫിരിഗ അലൈനാ സബറാ വസബ്ബിത ഖദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അവിശ്വാസികളാകുന്ന ഞങ്ങളുടെ കുടുംബാദികളെ മോശമായ രീതിയിൽ പിടിച്ചു വെച്ചതായ സമൂഹമാകുന്ന ഈ അമാലിക ഗോത്രക്കാർക്കെതിരെ ഞങ്ങൾക്ക് നീ വിജയം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ലാ. നാട്ടിൽ ഞങ്ങളുടെ പൗരത്വം ചോദിച്ചുകൊണ്ട് പുറത്തിറക്കുന്നതായ സമൂഹമാണ് റബ്ബേ. ഞങ്ങൾക്ക് നീ ഉറപ്പ് നൽകണേ അല്ലാ. ഞങ്ങളുടെ കാലുകളെ അടിയുറച്ച് നിർത്തണേ അല്ലാ. 1400 വർഷം മുമ്പ് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശമീൽ അലൈഹിസ്സലാമിന്റെ സമൂഹം താലൂത്ത് റളിയല്ലാഹുവിന്റെ പിന്നിൽ അണിനിരന്നതായ 313 ആളുകൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്ന് മുസ്ലിമേ നിന്റെ നാവിലുണ്ടാവൽ അനിവാര്യമാണ്. അഫിരിഗ അലൈനാ സബറാ, അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങൾക്ക് നീ ക്ഷമ നൽകണേ അല്ലാ. വസബ്ബിത ഖദാമനാ, ഈ രാജ്യത്ത് തന്നെ ജനിച്ചു വീണതായ ഈ മണ്ണിൽ തന്നെ ഞങ്ങളുടെ കാലുകളെ നീ ഉറപ്പിച്ചു നിർത്തണേ റബ്ബേ. വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, അവിശ്വാസികൾക്കെതിരെ ഞങ്ങൾക്ക് നീ വിജയം നൽകണേ അല്ലാ. നീ വിജയം നൽകണേ നാഥാ. ബഹുമാനപ്പെട്ടതാകുന്ന താലൂത്തും റളിയല്ലാഹു അൻഹു അവിടുത്തെ സൈന്യവുമെല്ലാം ഇതേറ്റ് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിനിറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, 4000-ഓളം വരുന്ന അമാലിക ഗോത്രക്കാരുമായി ജയിച്ചടക്കുകയാണ്. എത്രയെത്ര ചെറിയ സൈന്യങ്ങളാണ് വലിയ സൈന്യവ്യൂഹത്തെ തകർത്തു കളഞ്ഞത്. അതുകൊണ്ട് പേടിക്കേണ്ട താലൂത്ത് എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിന് പോലും നേതൃത്വം നൽകിക്കൊണ്ട് നിലകൊള്ളുകയാണ്. ഫഹസമൂഹും ബിഇذനില്ലാഹ് വഖതല ദാവൂദ് ജാലൂത വആതാഹു അല്ലാഹുൽ മുൽക് വഅല്ലമഹു മിമ്മാ യശാ. ബഹുമാനപ്പെട്ട താലൂത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിൽപ്പെട്ട വ്യക്തിയാണ്, സൈന്യത്തിന്റെ നേതൃത്വമായ വ്യക്തിയാണ് ദാവൂദ് എന്ന ചെറുപ്പക്കാരൻ. ദാവൂദ് രംഗത്തിറങ്ങുകയാണ്. ദാവൂദ് ഇറങ്ങിക്കൊണ്ട് ജാലൂത്ത് എന്ന മനുഷ്യന്റെ തല വെട്ടിയെടുത്തു എന്ന് പരിശുദ്ധമായ ഖുർആൻ. അമാലിക ഗോത്ര തലവനായ തന്റെ മുസ്ലിം സഹോദര സഹോദരിമാരെ ചെറുപിടിച്ചു വെക്കുകയും അവിശ്വാസികളാകുന്ന ആളുകൾക്ക് കാഴ്ചവെക്കുകയും ചെയ്തതായ തലവനായ ശത്രുക്കളുടെ തലവനായ ജാലൂത്തിന്റെ തല കൊയ്തെടുത്തു ദാവൂദ് എന്ന മനുഷ്യനെന്ന് വിശുദ്ധമായ ഖുർആൻ. വആതാഹു അല്ലാഹുൽ ഹുക്മ വന്നുബുവ്വ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പ്രവാചകനാക്കി. താലൂത്തിന്റെ സൈന്യത്തിൽപ്പെട്ട ആളായ ദാവൂദ് എന്ന ശത്രുവിന്റെ തല കൊയ്തെടുത്ത വ്യക്തിയെ അല്ലാഹു അടുത്ത പ്രവാചകനായി വാഴിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. ലോകം അടക്കി ഭരിച്ച ചക്രവർത്തിയായ സോളമൻ എന്ന ചക്രവർത്തിയെ കുറിച്ച് പഠിച്ചിട്ടില്ലയോ? സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പിതാവായ ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ പ്രവാചകത്വം കിട്ടാനുള്ള കാരണം ഇതാണ്. പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു, താലൂത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിൽ ചേർന്നിട്ട് ശത്രുവിന്റെ തല വെട്ടിയെടുത്തു. ഏതായി ശത്രു? നാട്ടിലുള്ളതാകുന്ന പട്ടിണി പാവങ്ങളെ ക്രൂരതയോടുകൂടി കൊണ്ടു നടന്ന മനുഷ്യൻ. അവരുടെ മക്കളെ കൊന്നുകളയുക, സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുക, ശാരീരികമായി മാനസികമായി പീഡിപ്പിക്കുക, ആ നാട്ടിലുള്ള ചെറുപ്പക്കാരെയൊക്കെ കൊന്നുകളയുക, വൃദ്ധയായ ആളുകളെയൊക്കെ കൊന്നുകളയുക, മാരകമാകുന്ന മുറിവേൽപ്പിക്കുക. ഇത്തരത്തിലുള്ളതാകുന്ന ആളായിരുന്നു ജാലൂത്ത്. അമാലിക ഗോത്രത്തിന്റെ തലവനായിരുന്നു. അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ദാവൂദ് അലൈഹിസ്സലാം പ്രവാചകനായി അല്ലാഹു അദ്ദേഹത്തെ നിയോഗിച്ചു. പറയുന്ന ചരിത്രം ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടേ?
ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ. ഖുർആൻ നമ്മൾ തിരിയണ്ടേ. വർഷം എത്രയായി? 19 വർഷമായി ജീവിക്കുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാമിന് പ്രവാചകത്വം കിട്ടിയതിന്റെ കഥ, അതിന്റെ ചരിത്രത്തിന്റെ പിന്നിൽ ഇങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണ്ടേ. ചുരുക്കത്തിൽ എത്രയെത്ര ചെറിയ സൈന്യങ്ങളാണ് വലിയ സൈന്യത്തെ ജയിച്ചടക്കിയതെന്ന് വിശുദ്ധമായ ഖുർആൻ. പേടിക്കാതെ നിലകൊള്ളണം, ഭയക്കാതെ നിലകൊള്ളണം. സ്ത്രീകൾക്കൊക്കെ വലിയ ആശങ്കയാണ്. വലിയ ആശങ്ക എന്തായിത്തീരും. ഒന്നുമില്ല, ഈമാൻ നമ്മൾ ഉറച്ചു നിൽക്കണം. നേതൃത്വങ്ങൾ എന്ത് പറയുന്നു അതനുസരിച്ച് നിലകൊള്ളണം. അവിടെയാണ് വിഷയം. ഈ ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്ന്, നേതൃത്വത്തെ നമ്മൾ അംഗീകരിക്കണം. താലൂത്ത് റളിയല്ലാഹുവിനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെട്ടിട്ടാണ് അല്ലാഹുവാണ് നൽകിയത്. നല്ല അറിവും വിവരവുമുള്ള തന്റെ ഇടമുള്ള പക്വതയുള്ള വ്യക്തിയാണ് ഇദ്ദേഹമെന്ന് അറിയിപ്പ് കിട്ടിയിട്ട് പോലും അദ്ദേഹത്തിന്റെ വാക്കുകൾ വില കൊടുക്കാതെ 33,000-ഓളം ആളുകൾ കുടിക്കരുത് എന്ന് പറഞ്ഞ ജലാശയത്തിൽ തന്നെ വെള്ളം കുടിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. നേതൃത്വത്തെ അംഗീകരിക്കണം. നേതൃത്വം പറയാ ആവശ്യമില്ലാത്ത മുദ്രാവാക്യങ്ങൾ വിളിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കണം. ഇന്നതിന്റെ മുദ്രാവാക്യങ്ങൾ വിളിക്കണമെന്ന് പറഞ്ഞാൽ അത് വിളിക്കണം. അല്ലാതെ അവിടെ വന്നിട്ട് ഇങ്ങനെ ചായ ബിസ്ക്കറ്റും കഴിച്ച് പോവല്ല. ആവശ്യമുള്ള കാര്യത്തിൽ പ്രകടനം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ പ്രകടനത്തിന് ഇറങ്ങണം. കാണികളായി നിൽക്കാൻ പാടില്ല. രംഗത്തിറങ്ങണമെന്ന് പറഞ്ഞാൽ നേതൃത്വത്തെ നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ട് ഇല്ലാത്ത നേതൃത്വം അംഗീകരിക്കാതെ വരുമ്പോൾ സമൂഹത്തിലെ പ്രശ്നങ്ങളുണ്ടാകും, വിഷയങ്ങളുണ്ടാകും. ഒത്തൊരുമയുണ്ടാകണം, ഐക്യമുണ്ടാകണം. അൽഹംദുലില്ലാഹ് ഈ വിഷയത്തിൽ വളരെയേറെ ഐക്യപ്പെട്ടു സമൂഹം, കേരളീയ സമൂഹം ഒന്നടങ്കം. അതിലെല്ലാ മതങ്ങളും ഒന്നിച്ചു നിന്നിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വങ്ങൾ ഉൾപ്പെടെ മറ്റുള്ള മതസ്ഥരുൾപ്പെടെ ഈ വിഷയത്തിൽ എല്ലാവരും ഏകീകരണ സ്വഭാവം നിലവിൽ വന്നിട്ടുണ്ട്. ആ ഐക്യം തന്നെ നമ്മൾ ഊട്ടിയുറപ്പിച്ച് നിലകൊണ്ടു പോകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജമാഅത്തുൽ ഊലയാണ് ഈ മാസം, അല്ലേ? ജമാഅത്തുൽ ഊലയാണ്. ഈ മാസത്തിൽ നടന്ന യുദ്ധമാണ് മുഅത്തത്ത് യുദ്ധം എന്ന് പറയുന്നത്. വലിയ വിശാലമായ ചരിത്രമാണ്. ഞാനതിലേക്കൊന്നും കൂടുതലായി കടക്കുന്നില്ല, സമയം വളരെ ചുരുക്കമാണ്. ഈ സമയത്ത് ലോകം മുഴുവൻ ഈ സമയത്ത് കള്ളും കഞ്ചാവിലുമായി നിലകൊള്ളുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും വെടിക്കെട്ടും പൂക്കെട്ടും ഒക്കെ ആയിട്ട് നിലകൊള്ളുന്ന സമയമാണ്, അല്ലേ? കള്ള് കുപ്പി പൊട്ടിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമുക്കൊരു 33 അസ്തഗ്ഫിറുല്ലാഹല്ലദീ ചെല്ലണം. ഇൻഷാ അല്ലാഹ്. കഴിയൂലേ? ചെല്ലൂലേ? വേണ്ടെന്നോ? ആരാ വേണ്ടെന്നോ? ചെല്ലാന്ന് പറഞ്ഞാൽ ശരി. അല്ലാഹു തൗഫീഖ് തരട്ടെ.